എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു പണിയാണ് പെട്ടെന്ന് ചെയ്ത് തീർക്കാം എന്ന് പറഞ്ഞ് നമ്മൾ എവിടെ ചെന്നോ അവിടെ എല്ലാം നമുക്ക് ഇതുപോലെ പണി കിട്ടിയിട്ടുണ്ട്. ഇത് എല്ലാ ജോലിക്കാർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. ഇലക്ട്രീഷ്യന്മാരായാലും പ്ലംബർമാരായാലും അവർക്ക് കിട്ടുന്ന ഒരു പണി അങ്ങനെ തന്നെയാണ്. നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്ന് പറഞ്ഞ് പോകുന്നിടത്തെല്ലാം ഇതേപോലെ ഒരു പണി കിട്ടും. കാരണം ഇവിടുത്തെ ഒരു പഴയ സെപ്റ്റി ടാങ്ക് ചേഞ്ച് ആക്കി നമ്മൾ പുതിയൊരു സെപ്റ്റി ടാങ്കിലോട്ട് മാറ്റുവാണ്. അപ്പോൾ ഇവിടുത്തെ പൈപ്പ് കിടക്കുന്നത് ഒരു 3.5 അടി താഴ്ചയിലാണ് 2 വേസ്റ്റ് പൈപ്പുകളായിട്ട് വരുന്നത്. ബാത്റൂമിൻ്റെ 2 പൈപ്പുകളാണ് വരുന്നത്. ഇവിടെ ഈ ഒരു കെട്ടിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇടവും വലവും നമുക്ക് മാന്താനും പറ്റത്തില്ല. ഈ ഒരു ഏരിയ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് 10 മീറ്റർ ഡിസ്റ്റൻസിലാണ് ബാത്റൂമുകൾ നിൽക്കുന്നത്. പക്ഷേ ഇത് ഇത്രത്തോളം താന്നു പോയത് എന്താണെന്ന് ഒരു പിടുത്തമില്ല. നമ്മൾ പാർട്ടിയെടുത്ത് ചോദിച്ചപ്പം പറഞ്ഞത് ഇവിടെ മണ്ണിട്ടൊന്നും ഫില്ല് ചെയ്തെല്ലാം നോർമലി ഉള്ളതാണെന്ന്. പക്ഷേ ഇത് ഇത്രയും താഴാനുള്ള കാരണം എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ നമ്മൾ ഒരു ഈവനിങ് ടൈം വേറൊരു വർക്ക് കഴിഞ്ഞ് ഈവനിങ് ടൈമാണ് വന്നിട്ട് നമ്മൾ ആകെപ്പാടെ കുഴങ്ങിപ്പോയി. അതുപോലെ നല്ല കട്ടിയുള്ള കല്ലുള്ള മണ്ണും കൂടാണ്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി. ഞങ്ങൾ 2 പേരെ വന്നതേ ഉള്ളൂ. നമുക്ക് 6 മീറ്ററിൻ്റെ 2 പൈപ്പുകൾ മാത്രം ഇട്ടാൽ മതി. ഇത്രയും അടുത്താണെങ്കിൽ പോലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടി. കാരണം അതുവഴി കിളച്ച് വരാൻ വേണ്ടിയിട്ട് ഇനി അത് ഒട്ടിച്ചിടണം. ഇനി നേരെ ഇത് 2ആയിട്ടാണ് ഇറക്കുന്നത്. ഒറ്റ പൈപ്പല്ല, 2ആയിട്ട് തന്നെ നമ്മൾ ഇറക്കി ഇട്ടിട്ടുമുണ്ട്. ഇപ്പം പെട്ടെന്ന് തീർക്കാമെന്ന് പറഞ്ഞ് നമ്മൾ വരുന്നിടത്തല്ല ഇതേപോലെ നമുക്ക് പണി കിട്ടാറുണ്ട് എന്നുള്ളതാണ്. അത് ഇപ്പോൾ നമ്മൾ ഒരു 4 മണി ടൈമിൽ തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ 10, 10:30, 11 മണി അടുപ്പിച്ചോളം ആയിട്ടുണ്ട് വർക്ക് തീരാൻ വേണ്ടിയിട്ട് തന്നെ. കാരണം അത്രയ്ക്ക് നമ്മൾ പെട്ടുപോയി. പക്ഷേ എങ്കിലും നമ്മൾ ചെയ്തത് നമ്മൾ ഓക്കെ ആക്കി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്.